ഈ സൗണ്ട് ഒന്ന് കേട്ട് നോക്കിക്കേ. ഇതുപോലെ നല്ല ഡ്രൈ ആൻഡ് ക്രിസ്പി അവല് വിളയിച്ചത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കിയാലോ? ഹലോ ഫാമിലി, എല്ലാവർക്കും സുഖം തന്നെയല്ലേ? എല്ലാവർക്കും വെൽക്കം ആൻഡ് വെൽക്കം ബാക്ക് ടു ബിനമീസ് ലൈഫ്. ആദ്യം ഞാനിവിടെ എടുത്തു വെച്ചിരിക്കുന്നത് കുറച്ച് കടലപ്പരിപ്പ്, നിലക്കടല, പിന്നെ നമ്മുടെ സാമ്പാർ പരിപ്പാണ്. സാമ്പാർ പരിപ്പ് അല്ലെങ്കിൽ നമുക്ക് ഈ ചെറുപയർ പരിപ്പ് വേണമെങ്കിലും എടുക്കാം. മധുരത്തിന് ആവശ്യമായിട്ടുള്ള ശർക്കര ഉരുക്കി പാനിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയ തേങ്ങ ചിരവിയത് എടുത്തിട്ടുണ്ട്. തേങ്ങ നമുക്ക് എത്ര വേണമെങ്കിലും ചേർക്കാം. പക്ഷേ നമ്മൾ ഒരുപാട് നാൾ വെച്ചിട്ടുണ്ടെങ്കിൽ അത് കനച്ചു പോകാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ നമ്മൾ അവലാണ് എടുത്തിരിക്കുന്നത്. ചുവന്ന കളറുള്ള അവൽ എടുത്തിട്ടുണ്ട്. ഇതൊരു 400 ഗ്രാമിന്റെ ആണ്. ഇത് മുഴുവനായിട്ടും നമ്മൾ എടുക്കുന്നില്ല. ആദ്യം തന്നെ നമുക്ക് അവലൊന്ന് വറുത്തെടുക്കാം. ഇങ്ങനെ വറുത്തെടുക്കുമ്പോഴേക്കും അവൽ നല്ല ക്രിസ്പി ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. പിന്നെ പെട്ടെന്ന് കേടായി പോകത്തുമില്ല. ചെറിയ തീയിലിട്ടിട്ട് വേണം നമ്മളിത് വറുത്തെടുക്കാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ പെട്ടെന്ന് ചിലപ്പോൾ കരിഞ്ഞു പോകാൻ വേണ്ടിയിട്ടുള്ള ചാൻസ് ഉണ്ട്. കാരണം ഒട്ടും കട്ടിയില്ലാത്ത സാധനമാണല്ലോ അവല്. നമ്മൾ കയ്യിലെടുത്തിട്ട് ഇങ്ങനെ ഒന്ന് ഞെക്കി നോക്കുമ്പോഴേക്കും അതിങ്ങനെ പൊടിയുന്നത് പോലെ ആവണം. അത്രയും ആകുമ്പോഴത്തേക്കും നമുക്ക് അതിന്റെ തീ ഓഫ് ചെയ്തിട്ട് അത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. അതിനുശേഷം തേങ്ങയാണ് നമ്മൾ വറുത്തെടുക്കുന്നത്. ഒരുപാട് ചുവന്ന കളറാവുന്നത് വരെ ഒന്നും വറക്കണ്ട. ജസ്റ്റ് ഒരു ഗോൾഡൻ ബ്രൗൺ ആകുമ്പോഴേക്കും ഇതിന്റെ വെള്ളം ഒന്ന് നന്നായിട്ട് വറ്റാൻ വേണ്ടിയിട്ടാണ്. അപ്പം പെട്ടെന്ന് കനച്ചു പോവാതിരിക്കും അങ്ങനെ ഒന്ന് വറുത്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ. അതിനുശേഷം അതിലേക്ക് നമ്മൾ ഉരുക്കി വെച്ചിരിക്കുന്ന ശർക്കരപ്പാനി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം. ഇനി അതിലേക്ക് നമുക്കൊരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം. ഇങ്ങനെ പഞ്ചസാര ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ അവല് നല്ല ക്രിസ്പി ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. നമ്മൾ സാധാരണ അവല് വിളയിച്ചത് ഉണ്ടാക്കുമ്പം ഒരു സോഫ്റ്റ് ആയിട്ടാണല്ലോ ഇരിക്കുന്നത്. അപ്പോൾ അത് പെട്ടെന്ന് കനച്ചു പോകാൻ വേണ്ടിയിട്ട് ഇടയാവും. ഇങ്ങനെ ക്രിസ്പി ആയിട്ട് ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് കുറേ നാള് കേടുകൂടാതെ തന്നെ ഇരിക്കുകയും ചെയ്യും. നമുക്ക് കഴിക്കാൻ ഒരു പ്രത്യേക ഇഷ്ടവും തോന്നും. തേങ്ങ വറുക്കുന്ന സമയത്ത് ഞാൻ ഇപ്പുറത്തെ അടുപ്പിൽ നമ്മുടെ നട്ട്സും പരിപ്പുകളും എല്ലാം നന്നായിട്ട് നെയ്യിൽ വറുത്തെടുക്കുന്നുണ്ടായിരുന്നു. ഇനി നമുക്ക് അതുകൂടെ ഈ തേങ്ങാപ്പീരയ്ക്കകത്തേക്ക് ചേർത്ത് കൊടുക്കാം. ശർക്കരപ്പാനിയൊക്കെ ഒരു നൂൽ പരുവമൊക്കെ ആകുമ്പോഴേക്കും നമുക്ക് അതിലേക്ക് അവല് ചേർത്ത് കൊടുക്കാം. നമ്മളിവിടെ ഒരുപാട് മധുരം ഇഷ്ടപ്പെടുന്നില്ലാത്തത് കാരണം കുറച്ച് ശർക്കരപ്പാനിയെ ചേർത്തിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പം നമ്മൾ ഇപ്പം അതിലേക്ക് അവല് കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഒന്നിച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇളക്കിയെടുക്കാനായിട്ട് പാടായിരിക്കും. അപ്പോൾ കുറച്ച് കുറച്ചായിട്ട് നമുക്ക് ചേർത്ത് കൊടുത്ത് ഇളക്കി എടുക്കാം. തീ ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മൾ കുറേ നേരം ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. അപ്പോഴാണ് ഇത് നല്ല ക്രിസ്പി ആയിട്ട് വരുന്നത്. ഒരു 3-4 മിനിറ്റ് ഒക്കെ ഇളക്കിയതിന് ശേഷം നമുക്ക് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. അങ്ങനെ നെയ്യ് ചേർത്ത് കൊടുക്കുമ്പോൾ ഒരു നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഈ സമയത്ത് ഞാൻ ജീരകവും ഏലക്കയും കൂടെ പൊടിച്ചത് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് വീഡിയോയിൽ വന്നിട്ടുണ്ടായിരുന്നില്ല. നന്നായിട്ട് ക്രിസ്പി ആയി തുടങ്ങുമ്പോഴേക്കും നമുക്ക് ഇളക്കുമ്പോൾ തന്നെ ആ സൗണ്ടിൽ ഒരു വ്യത്യാസം വരും. ഇതാണ് ശരിക്കുമുള്ള പാകം. ഈ സമയത്ത് നമുക്ക് തീ ഓഫ് ചെയ്ത് അത് തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. ഇത് കഴിക്കുമ്പോഴും നല്ല ക്രിസ്പി ആയിട്ടുള്ള സൗണ്ടാണ്, നല്ല ടേസ്റ്റിയുമാണ്. ഇതൊരു എയർ ടൈറ്റ് കണ്ടെയ്നറിൽ സൂക്ഷിക്കുകയാണെന്നുണ്ടെങ്കിൽ 1 മാസത്തിൽ കൂടുതൽ കേടുകൂടാതെ തന്നെ ഇരിക്കും. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്തേക്കണേ. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ്.